നമുക്ക് വേഗം ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് സാധാരണ പരിപ്പും 1/4 കപ്പ് ചെറുപയർ പരിപ്പും നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുക്കർ ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി പീസസ് ആക്കിയത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ വറ്റൽമുളകും ചേർക്കുക. 2-3 കറിവേപ്പിലയും കൂടെ തന്നെ ഒരു 1/4 കപ്പ് തന്നെ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിരവിയ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊന്ന് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശേഷം അതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ചൂടാവുന്ന വരെ ഇളക്കിയെടുക്കുക. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനിടയിൽ ഞാൻ ഇവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കുക. കുറുകിയിരിക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. കറി ഇവിടെ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലൊരു 1/4 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുഴുവനായിട്ട് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ തന്നെ 2 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഞാൻ കറിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ താളിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.